ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കിടക 1-ാം തീയതി നമ്മുടെ വടക്കുന്നാഥനിൽ ഒരു അടിപൊളി ആനയൂട്ടുണ്ടായിരുന്നു. 50-ൽ പരം ആനകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ. ധനുവാണെങ്കിൽ ഇത്രയധികം ആനകൾ കണ്ടിട്ട് ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. എവിടെ നോക്കണമെന്ന് അറിയുന്നില്ല. അപ്പോൾ അവൻ ഈ ആനയുടെ പേരായിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചുറ്റിലും നിറച്ചും എവിടെ നോക്കിയാലും ആനകളുടെ ഒരു പ്രവാഹം എന്ന് പറയാല്ലേ, അതുപോലെയായിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസം തന്നെയായിരുന്നു. നമ്മൾ കാലത്ത് നേരത്തെ തന്നെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ ഒരു മുല്ലപ്പൂക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മുല്ലപ്പൂക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചു. ഒരുപാട് മുല്ലപ്പൂക്കാർ ഇങ്ങനെ നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിച്ച് തലയിലൊക്കെ ചൂടിയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാലത്ത് മോർണിംഗ് തന്നെ കാരണം നമുക്ക് നല്ല ഒരു ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു നമ്മുടെ അന്നത്തെ കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഓരോ ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ പോവാം. ഇതപ്പോൾ ഈ ആന അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ നമുക്കിനി അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കുടങ്ങനെ ചൂടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. കുറേ സൈഡിൽ കുറച്ച് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ അവിടെ കുറേ എലിഫൻസ് കോഡിൻ്റെ വണ്ടികളൊക്കെ കിടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ സമാധാനമായി. എനിക്ക് ആനകളൊക്കെ ഇഷ്ടമൊക്കെ ആണെങ്കിൽ തന്നെയും ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ട് അപ്പോൾ അവിടെ പറയുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആനയൂട്ടാണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ മൈക്കിലൂടെയൊക്കെ പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഓരോ ആനകളെ ഇങ്ങനെ അതിനിടയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആനേനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ആനയുടെ പേര് ഗംഗാപ്രസാദ് എന്നാണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തിട്ടാണ് അമ്പലത്തിൻ്റെ നടയിലേക്ക് എത്തിയിട്ട് പൂമാലയൊക്കെ ഇട്ടിട്ട് അവർ അമ്പലത്തിനുള്ളിലേക്ക് ആനയിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. നമ്മളവിടെ കോപ്പിറൈറ്റ് വരുന്നത് വെച്ചിട്ടാണ് അവിടെ ശരിക്കും മൈക്കിൽ നല്ല രീതിയിൽ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി കോപ്പിറൈറ്റ് അങ്ങനെ എന്തെങ്കിലും വരുന്നത് വെച്ചിട്ടാണ് ഞാൻ വോയിസ് ഇടാത്തത് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ആനകളുടെ വരവൊക്കെ ഇങ്ങനെ കണ്ടു നിന്നു. അപ്പോൾ ഈ ആന കൂടി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്കും കിടക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നിൽക്കണം ഞങ്ങൾ. അപ്പോൾ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് മതിലിൻ്റെ മുകളിൽ കൂടെ ഒരു പ്രത്യേകം വഴിയും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൂടെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കണം. പിന്നെ ഒരുപാട് ആനകളെ കണ്ടതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് ആന ഈ ആനയായിരുന്നു കേട്ടോ. തനിമോൻ ചോദിച്ചു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഗുരുവായൂരത്തെ ഒരു ആനയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് പോലെ മതിലിൻ്റെ മുകളിൽ കൂടെ സ്റ്റെപ്പ് പോലെയാണ് അവർ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊരു സജ്ജീകരിച്ചിരിക്കുന്ന വഴി. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. നല്ലൊരു ഭംഗി തന്നെയായിരുന്നു. അമ്പലത്തിന് ചുറ്റി വരുന്നതാണ്, ആനകളിങ്ങനെ ചുറ്റി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഒരു കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്വാഗതം പറഞ്ഞ് കയറി വരുന്ന ആനകളുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇതും നല്ല ഒരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനകളിങ്ങനെ പതുക്കെ മന്ദം മന്ദം ഇങ്ങനെ കടന്നു വരുന്നു. ഇവിടെ വന്നിട്ട് അവർ തുമ്പിക്കൈയൊക്കെ ഉയർത്തി ഭഗവാനെ നല്ല രീതിയിൽ തൊഴുത് വണങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്യാമറാമാൻ ധൻവിൻ. അപ്പോൾ അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കേസ്. ഞാൻ ചേട്ടൻ്റെ ഫോണിലെടുത്തതാണ്. അപ്പോൾ ഇവനെനിക്ക് ആന വരുന്നത് ഫസ്റ്റ് തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആന ഓരോ വ്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവൻ്റെ കൂടെ കുറേ ചേട്ടന്മാരും കൂടി ഉണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. അങ്ങനെ അമ്പലം ചുറ്റി വരുന്ന ആനകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഈ പന്തലിൽ ഒരു 6 ആനകൾക്ക് ഒരുമിച്ച് പൂജ ചെയ്യും. ഇതിവിടെ നടക്കുന്ന ഒരു ഗജപൂജയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത് കേട്ടോ. ഇങ്ങനെ കുമ്പിട്ട് വണങ്ങുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളിവിടെ കണ്ടു. അങ്ങനെ ഗജപൂജ കഴിഞ്ഞ ആനകളൊക്കെ തിരിച്ച് ഇനി പുറത്ത് വന്നിട്ട് ഇനി ഇവിടെ ആനകളെല്ലാം നിരന്ന് നിൽക്കുന്നുണ്ട്. ബാക്കി ആനകളൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ ഇവരെയും കൂടി നിർത്തിയിട്ട് എല്ലാ ആനകളും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും പുതിയ പുതിയ ആനകൾ വരുന്നുണ്ട്. അവർ ഈ പന്തലിൽ കയറുന്നുണ്ട്. അവർക്ക് ഗജപൂജ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കണ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പം നമ്മൾ നേരത്തോടെയൊക്കെ വന്നെങ്കിലും ഇവിടെ ആനയൂട്ടിൻ്റെ സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ജോലിക്ക് കയറേണ്ട ഒരു സമയമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആനയൂട്ട് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് ആനകളെ കാണാൻ അവിടുത്തെ കുറച്ച് ചടങ്ങുകൾ കാണാൻ അത്രയ്ക്കൊക്കെ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം ഉള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് നല്ലൊരു മോർണിംഗ് തന്നെയായിരുന്നു അന്നത്തെ ദിവസം. ഒരുപാട് ആനകൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും അധികം ആനകളെ കാണുന്നത്. അപ്പോൾ ധനുവിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. ധനുവിനെ കൊണ്ടുപോകാണ്ട് പോകണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. പക്ഷെ അന്ന് സ്കൂൾ മുടക്കായി. പെട്ടെന്നൊരു കളക്ടർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് ധനുവിനെയും കൂടി കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ അപ്പോഴേക്കും ഇങ്ങനെ പുതിയ പുതിയ ആനകൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ട് കുത്തിയൊരു മഴയ്ക്കും ഒരു ചാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. ചെറിയ രീതിയിൽ ഇങ്ങനെ ചാറ്റൽ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ജനങ്ങൾക്കൊന്നും ഒരു കുറവില്ല. പലരും കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ നിന്ന് കാണുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ആനയുടെ വ്യൂ എന്ന് പറഞ്ഞത് കേട്ടോ. നമുക്ക് അകലെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇനിയും ഒന്നും ആയിട്ടില്ല. നമുക്ക് കാണാൻ ഇനിയും ഒരുപാട് ആനകളുണ്ട്. ശരിക്കും നമ്മൾ ഒരു ഹാഫ് ഡേ ലീവൊക്കെ എടുത്ത് വന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സില്ല മനസ്സോടു കൂടി നമ്മൾ തിരിച്ച് പോവാണ്. മുഴുവനൊന്നും കാണാൻ പറ്റില്ല. അപ്പം ജാനുവിനും നല്ല വിഷമമുണ്ട്, എനിക്കും നല്ല വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വടക്കുംനാഥൻ്റെ മണ്ണിൽ നിന്ന് തിരിച്ച് പോവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തിരിച്ച് വരാണ്. അപ്പോൾ വരുമ്പോഴും നമ്മൾ തിരിച്ച് വരുമ്പോഴും പുതിയ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. അതുപോലെ തന്നെ പുതിയ പുതിയ ആനകൾ വരുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ സ്വാഗതം പറഞ്ഞ് അകത്തേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.